എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇഫ്താർ തിങ്കളാഴ്ചയാണ് തോന്നുന്നു. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നോമ്പെടുക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച. സമയം കഴിച്ചത് 4:20. അപ്പം ഈ സമയത്ത് ഞാൻ എണീറ്റ് വന്ന അതേ സമയത്ത് തന്നെ വേറൊരാളും എണീറ്റിട്ടുണ്ട് കേട്ടോ. അവിടെ ആമിക്കുട്ടി എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട്. ബാക്കി ആരും എണീറ്റിട്ടില്ല, ബാക്കി എല്ലാവരും ഉറക്കമാണ്. അപ്പം നോമ്പെടുക്കണമെന്ന് കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. ഇക്കൊല്ലം അൻഷുനിങ്ങനെ സർജറി ഒക്കെ ആയ സമയത്ത് എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരാഗ്രഹം പിന്നെയും കൂടി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ നോമ്പ് എന്തായാലും എടുക്കണമെന്ന്. അങ്ങനെ ഒരു നോമ്പെങ്കിലും പറ്റുകയാണെങ്കിൽ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അറിയില്ല എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ഈ 4:30 എണീറ്റു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു 5:20 ബാങ്ക് കൊടുക്കും, അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ അവളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ എണീറ്റ് വന്നത്. അപ്പം ഇതാ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ആമിമോൾ എന്തിനാണ് എണീറ്റ് വന്നത്? ഉറങ്ങിക്കൂടെയില്ലേ? അമ്മ എന്നാ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ രാവിലേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ അതെടുത്ത് ചൂടാക്കി ഇനി കഴിക്കാൻ പോവാണ്. അപ്പം വെള്ളച്ചോറും അതിൻ്റെ കൂടെ തൈരും പിന്നെ ചിക്കൻ കറീൻ്റെ ഉണ്ടായിരുന്നു. അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് രാവിലെ എത്ര നേരത്തെ ആയതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല, എങ്കിലും ഇരുന്ന് കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോഴേ ആമി എന്നോട് ചോദിക്കുക, അമ്മ ഫുഡ് കഴിച്ചില്ലേ, എൻ്റെ കൂടെ കഴിച്ചതാണല്ലോ എന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇനി പങ്കൊടുത്തല്ലോ, ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. ഉറങ്ങിയിട്ട് രാവിലെ എണീക്കല്ലേ. പക്ഷെ എപ്പോഴും നല്ല ഇരുട്ടാട്ടോ പുറത്തൊക്കെ. കാണിച്ചു തരാം. ലൈറ്റ് ഇടാം. ആ വീട്ടിലവർ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നീറ്റതാണ്. റൂമിലേക്ക് വരണോ? ലൈറ്റ് ഓഫ് ആട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നു. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ സമയം എത്രയാണ്? സമയം 7:30 ആയിട്ടുണ്ട്. ശരത്താനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയതാണ്. അപ്പം ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിക്ക് നല്ല പനി. രാവിലെ എണീറ്റ് നോക്കുമ്പോണ്ട് ആമിക്ക് നല്ല പനി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. അവർ പോയി. പിന്നെ ഞാൻ എൻ്റെ ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഇന്ന് ആമിക്ക് പനി ആയതുകൊണ്ട് തന്നെ അൻഷുവിനും കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും കഞ്ഞി കുടിക്കട്ടെ. പിന്നെ എനിക്ക് ഫുഡ് വേണ്ടല്ലോ. ശരത്തേട്ടനും അമ്മയും അച്ഛനും കൂടി വരുന്ന വഴിക്ക് കഴിച്ചിട്ടാണ് വരിക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. കുക്കറിൽ കഞ്ഞിക്കുള്ള അരിയും ഇട്ട് വെള്ളവും വെച്ച് ഞാൻ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞിട്ട് അടിച്ചേരി തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെത്തിയിട്ടോ. പിറന്നാൾ ആശംസകൾ. എൻ്റെ കൂടെ നോമ്പെടുക്കേണ്ട ആളായിരുന്നു. പക്ഷെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോയതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അമ്മയും അച്ഛനൊക്കെ അമ്പലത്തിൽ പോയി വരികയാണ്. ഞാൻ ആമീനെയും അൻഷുവിനെയും എണീപ്പിച്ചു. ഞങ്ങൾ കഞ്ഞി കുടിച്ചൂല. ആമിക്കുട്ടി പനിയുണ്ട് ആമിക്ക്, അതുകൊണ്ടാണ്. സാരില്ല കേട്ടോ, റെസ്റ്റ് എടുക്കാന്ന്. റെസ്റ്റ് എടുക്കണ്ട, കളിക്കാൻ പോണോ? ഓക്കെ. സമയം ഇപ്പോൾ 11:45. ചൂട്, നല്ല ചൂടുകൊണ്ട് അതിനനുസരിച്ച് ദാഹവും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വെച്ചപ്പോൾ അവൾ പറഞ്ഞു ഉറങ്ങുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എത്ര വെച്ചിട്ട് അങ്ങനെ ഉറങ്ങാനും തോന്നുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ആമിക്കുട്ടിക്കാണെങ്കിൽ നല്ല ചൂട്, പുറത്താണെങ്കിൽ നല്ല ചൂട്. ലാമിമോൾ മരുന്നൊക്കെ കുടിച്ചു. പനി എല്ലാ മാസത്തിലും ഒരു ദിവസം പനിയല്ലേ ഞങ്ങൾക്ക്? എന്താ അങ്ങനെ മാസപ്പനി? സാധാരണ ഞാൻ ഉച്ച സമയത്ത് ബാങ്ക് കൊടുക്കണമെന്നും കേൾക്കാറുണ്ടായിരുന്നില്ല കേട്ടോ.
ഇന്നിപ്പോൾ ഞാനതെല്ലാം കേൾക്കുന്നുണ്ട്. ഒരുപാട് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടി എൻ്റെ കൂടെ വന്ന് കിടന്നു. പിന്നെ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്തേട്ടനാണ് ഈ വീഡിയോ എടുത്തത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഇതാ ഈ വീഡിയോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. സമയം 2:10. എന്താണ് ചിരിക്കുന്നത്? നോമ്പെടുത്തിട്ട് എങ്ങനെയുണ്ട്? നോമ്പെടുക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഈ സ്മെല്ല് വരുന്നുണ്ടല്ലോ, അത് ഭയങ്കര സ്മെല്ല് മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറാണ്. അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ മറ്റേ പായസം ഉണ്ടാക്കിയില്ല, പായസത്തിന് നെയ്യിൽ വറവിട്ടിട്ടുണ്ട്. അതിന് ഈ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്തില്ലേ? ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു, പക്ഷെ പറയുമ്പോൾ വെള്ളം തവരുന്ന വായില് ഇറക്കരുത്. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. സമയം 5:10. 5:10 കുട്ടിയെ. 5:10 10 എപ്പോഴാണ്? 6:42 വരെ നിൽക്കണം. 6:42 വരെ നിൽക്കണം അല്ലേ? സൈഡായോ എന്ന് ചോദിക്കാനുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്നവരൊക്കെ ഞാൻ സമ്മതിച്ചു കേട്ടോ. അവര് എങ്ങനെയാണാവോ എടുക്കുന്നത്, നമ്മക്കൊണ്ട് പറ്റൂല അങ്ങനെയൊന്നും. വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഒരു മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്, അത് ഒരു സംതൃപ്തി അല്ലേ? അതെ അതെ അതെ. അപ്പൊ നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിട്ട് വരോ? ഇപ്പൊ വേണ്ട സാധനങ്ങൾ പറ. ലിസ്റ്റ് താ. പത്തക്ക വേണം. ഓക്കെ. പിന്നെ ചെറിയ പഴം വേണം. ചെറിയ പഴം. ഓക്കെ. പിന്നെന്താ വേണ്ടേ? ഇപ്പൊ തൽക്കാലം അത് മതി. പത്തക്കും ചെറിയ പഴോ? അതല്ല, വേറെ എന്തെങ്കിലും കൂടി പറ. കായപ്പോ എവിടെ കിട്ടുക? കായപ്പ എവിടെയും കിട്ടുമോ? നോക്കി നോക്കാം, അവിടെ എവിടെയും കിട്ടുമോ നോക്കാം. കായപ്പം കിട്ടുമോ നോക്കാം. അത് മതിയോ? ഫ്രൂട്ട്സ് വേറെന്താ വേണ്ടത് പറ. ഫ്രൂട്ട്സ് ഇത് രണ്ടും അൻഷൂനല്ല, ഞാൻ നിനക്കാ ചോദിക്കുന്നത്. നോമ്പെടുക്കുന്ന നീയാ പറയണ്ടേ? ആണോ? ഉറപ്പാണോ? ഓക്കെ. സാധനങ്ങളെല്ലാം വാങ്ങിട്ട് വരാം. അത് മതി. അൻഷുനെ കൊണ്ടുപോകണ്ട. ആദ്യം തന്നെ ഞാൻ നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ടും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും കലക്കുന്നുണ്ട്. സമൂസ അൻഷുവിന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ വാങ്ങിച്ചത് അല്ലേ? അച്ഛനും മോനും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സമൂസ വാങ്ങി വന്നത്? സമൂസ, ചിക്കൻ സമൂസ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കട്ട്ലറ്റും പറ്റൂല, എനിക്ക് കായപ്പ വേണം. മാങ്ങ നീ പറയാത്ത പഴുത്ത മാങ്ങ. നോമ്പ് തുറ ഞങ്ങൾ ടെറസിന്റെ മുകളിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. പൻഷും മാമിയും ശരത്തേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോമ്പെടുത്ത് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ എല്ലാം മുകളിലേക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നു. ഒക്കെ സെറ്റ്. ഇനി വാങ്ങി കൊടുക്കണേ നോക്കാം. നോമ്പ് ഇറക്കേണ്ട സമയത്ത് തന്നെ കഴിക്കേണ്ട നാരങ്ങ വെള്ളവും കാരയ്ക്കും അവിടെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ അതാ കട്ട്ലറ്റും അതുപോലെ സമൂസയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ മാങ്ങയൊക്കെ ചെത്തി വെച്ചു. അതിൽ കാണുന്ന ആ പായസം ഉണ്ടല്ലോ, ഇന്ന് ശരത്തേൻ്റെ പിറന്ന നാളാണ്. നാളും ഞങ്ങൾ 2 ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഒന്ന് ബർത്ത്ഡേ, പിന്നെ അതുപോലെ പിറന്ന നാൾ, അങ്ങനെ 2 ദിവസം. ഇന്നിപ്പോൾ നാളാണ്. ബർത്ത്ഡേ നമ്മൾ മുന്നേ ആഘോഷിച്ചു. സമയത്രായി? 6:37. സമയം നോക്കി ഇരിക്കുകയാണ്. 6:37 അല്ലേ? അത് ശരി. വെള്ളം ഇതൊക്കെ കണ്ടിട്ടേ വായയിൽ വെള്ളം വരുന്നുണ്ട്. സമയം 6:37 കാണുന്നുണ്ടോ? ഇന്ന് നല്ല കാറ്റുണ്ടല്ലേ പുറത്ത്. അമ്മ നോമ്പറക്കെന്ന് പറഞ്ഞപ്പോഴേ 2 ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നോമ്പറക്കണം എന്ന് പറഞ്ഞിട്ട്. ആണോ ആമിക്കുട്ടി? ആമിക്കുട്ടിക്ക് പനിയാ. ആരും വന്നു. പള്ളിയില് കൊടുക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. കൊടുത്താ നമുക്ക് പുറത്ത് നല്ല വൈബാട്ടോ, നല്ല കാറ്റ്. ഇന്ന് സാധാരണ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോന്ന് സംശയം.
അതാ വാങ്ങെടുത്തു. വാങ്ങെടുത്ത് കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വാങ്ങെടുത്ത് കഴിയട്ടെ കേട്ടോ. ഇത്ര എത്തിയില്ല. പിന്നെന്താ അൻഷു സ്കൂളിൽ പോയിട്ടൊക്കെ ഇനി പറയണം ഫ്രണ്ട്സിനോട് കേട്ടോ. നോമ്പെടുത്തു. അൻഷു എടുത്തില്ലേ, അമ്മ എടുത്തു. അമ്മ എടുത്തതിന് അൻഷു പക്ഷെ എന്നോട് ചോദിച്ചു കേട്ടോ, ഞാൻ അമ്മേന്റെ കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നെക്സ്റ്റ് ടൈം എടുക്കാം. ഇപ്പൊ ഇത് ഇവിടുന്ന് കൊടുത്തു ശരിക്കും കേൾക്കാം. പേര് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഈ ഒരു സമയത്തിന്. നമ്മളെ മലയാളികൾക്കിടയിൽ ജാതി മതം അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കാണെങ്കിൽ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാ മതത്തിൽ നിന്നും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ആചാരങ്ങൾ നമ്മളുടെ ആചാരങ്ങളാണ്. അതാണ്, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണ് നമ്മളുടെ മക്കളും കാണേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പം നോമ്പ് തുറക്കാം. ഓക്കെ, അമ്മ ആചരിക്കട്ടെ. അമ്മ എല്ലാവരും കഴിക്കട്ടെ ആണല്ലേ. അമ്മ ഫസ്റ്റ് കുടിക്കട്ടെ കേട്ടോ. ആ കാരക്ക എടുത്തോ. കാരക്ക ഞങ്ങൾ 3 പേര് നോമ്പെടുത്തിട്ടില്ല കേട്ടോ. ധന്യയുടെ നിർബന്ധപ്രകാരം ഞങ്ങളിവിടെ ഇരുന്ന് അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കണം. അൻഷുവിന് സമൂസ വേണോ എനിക്ക് സമൂസ വേണോ? എടുത്തോ സമൂസ. സമൂസ എടുത്തോ. ഇന്ന് ശരത്താറിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവർ നോമ്പെടുക്കാഞ്ഞത്. അപ്പം അതുകൊണ്ട് അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പായസമൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് പായസം കഴിച്ചപ്പോൾ പാവം പായസം ഒന്നും കഴിക്കാതെ ഇരുന്നതാ. അപ്പം ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇവർ കഴിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇപ്പം നല്ല മാങ്ങ സീസണാണ് തോന്നുന്നു അല്ലേ? മാങ്ങ ഈ നല്ലൊരു പെരുന്നാൾ ദിനങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ഫാമിലീൻ്റെ ഗ്ലാം ഫാമിലി ധന്യയുടെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് മുബാറക്.